എബ്രായർ 10:36 ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം നൽകി തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കായി കാത്തിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവ ഇഷ്ടം ചെയ്തെങ്കിലേ വാഗ്ദത്തം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളെന്നും അതിന് നമുക്ക് സഹിഷ്ണുത ആവശ്യമാണെന്നും ഈ വാക്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ. 1 തെസ്സലോനിക്കർ 5:16, 17, 18 വാക്യങ്ങളിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടമെന്നും 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്നും എഫെസ്യർ 6:6 മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ളതിനാൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ നടക്കപ്പെടേണ്ടതിന് നാം മനസ്സുവെക്കണം. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് അത്രേ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും അത് പ്രാപിക്കുവാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യമാകുന്നു. റോമർ 5:3-4 വാക്യങ്ങളിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങളിൽ സഹിഷ്ണുത ഉളവാക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുക. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ കൂടെയുള്ളതിനാൽ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് സഹിഷ്ണുതയോടെ നമുക്ക് കാത്തിരിക്കാം. നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.